ഇന്ത്യയിലെ ഇൻകം ടാക്സ് നിയമപ്രകാരം ഒരു വ്യക്തി അയാളുടെ വരുമാനത്തിന്റെ ഒരു പരിധി വരെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ പരിധിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. അപ്പോൾ ഇത് ഏതായി പരിധി? ഇന്ത്യയിൽ ഇപ്പം ഉള്ള നിയമം അനുസരിച്ച് ന്യൂ ടാക്സ് റെജീമാണ് നമ്മുടെ ഡിഫോൾട്ട് ടാക്സ് റെജീമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ്, ഈ ഒരു പരിധി എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 4 ലക്ഷം രൂപയ്ക്ക് അകത്താണ് ഒരാളുടെ വരുമാനമെങ്കിൽ നികുതി അടയ്ക്കേണ്ടി വരുന്നില്ല, ഇൻകം ടാക്സ് റിട്ടേൺ ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജനറലി സ്പീക്കിംഗ്, ചില എക്സെപ്ഷൻസ് ഉണ്ട്, ബട്ട് ജനറലി സ്പീക്കിംഗ് ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ടാക്സും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് നിങ്ങളുടെ ഇൻകം 4 lakhsന് മുകളിലാണ് വരുന്നതെങ്കിൽ ITR മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം, ടാക്സ് അടയ്ക്കണമെങ്കിൽ ടാക്സ് അടയ്ക്കുകയും വേണം. അത് പറയാൻ കാരണം ഇപ്പം ഉള്ള നിയമം അനുസരിച്ച് 12 ലക്ഷം രൂപ വരെ ഒരു റീബേറ്റ്, ഒരു ഡിസ്കൗണ്ട് പോലത്തെ ഒരു സാധനം സർക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് താങ്കളുടെ വരുമാനം 12-നകത്താണ് വരുന്നതെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം, പക്ഷേ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പം ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നുള്ള ടേം നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ കമന്റിൽ ഇടുക. നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ടാക്സ് സംബന്ധമായ കണ്ടന്റുകൾക്ക് ഈ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക.